ഹലോ ഗായ്സ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. നമുക്ക് എല്ലാവർക്കും അറിയാം കോബി മേനു ഇപ്പോൾ നിലവിൽ ടീം വിടുന്നു എന്നുള്ള ന്യൂസുകൾ ഫാബർസിയും അതുപോലെ തന്നെ അത്ലറ്റിക് ഒക്കെ പുറത്തോട്ട് വിടുന്നുണ്ട്. ഡേവിഡ് ഓൺസൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ചെൽസിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായ ഒരു പ്ലെയറാണ്. ചെൽസി നോക്കിയിരുന്നു എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ താരത്തിന് ക്ലബ്ബ് വിടാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റയൽ മാഡ്രിഡ് ആണ് രംഗത്ത് വന്നേക്കണം താരത്തിന് വേണ്ടിയിട്ട്. റയൽ മാഡ്രിഡ് നമുക്കറിയാം എന്തായാലും ഒന്നും കാണാതെ അവരൊരു പ്ലെയറിന് പുറകെ പോയില്ല. കോബി മേനു ഒരു ടോപ്പ് ടാലന്റ് തന്നെയാണെന്ന് അവർക്കറിയാം. യുണൈറ്റഡിന്റെ ആസ്കിംഗ് പ്രൈസ് എന്തോ 45 മില്യൺ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ നടത്തി കഴിഞ്ഞ ഒരു വേസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോയിൽ പോകും അത്. ഇപ്പോ ഈ മൂന്ന് പേരും പോണേണ്. നമുക്കറിയാം ഫ്യൂച്ചർ ആണെന്ന് പറഞ്ഞിരുന്ന വെച്ചാൽ 3 പേരും പോണേണ്. ഹോയ്ലൻഡും ഗർനാച്ചോ മെയിനും പോണേണ്. നിലവിൽ ഗർനാച്ചോ എന്തായാലും ചെൽസിയിലേക്കായിരിക്കും പോണത്. ഓൾറെഡി അയാൾ പേഴ്സണൽ ടൈംസ് എല്ലാം എഗ്രി ചെയ്ത് കഴിഞ്ഞു. കോബി മേനുവിന് എന്തായാലും യുണൈറ്റഡിന് ആവശ്യമില്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. നമുക്കറിയാം ആൾക്ക് അധികം മിനിറ്റ് ഒന്നും റൂബൻ അമോറിം ഇപ്പൊ കൊടുക്കുന്നില്ല. അപ്പൊ റിയൽ മാഡ്രിഡ് അതുകൊണ്ടായിരിക്കും അവർ നോക്കുന്നത്. അവർക്ക് എന്തായാലും ഒരു മിഡ്ഫീൽഡറിന് ആവശ്യമുണ്ട്. മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആണ്. നല്ല ബോൾ പ്ലേയിങ് എബിലിറ്റി ഉണ്ട്. നമുക്കറിയാം യുണൈറ്റഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് മിഡ്ഫീൽഡിൽ. പലർക്കും ഇല്ലാത്ത ഒരു ക്വാളിറ്റി തന്നെയാണ് ആൾക്കുള്ളത്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആൾക്ക്. നമുക്കറിയാം ഡിഫൻസീവിൽ വരുമ്പോൾ ചില മിസ്റ്റേക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതെല്ലാം ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് യുണൈറ്റഡ് ഇപ്പോൾ വിൽക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ വന്നിരിക്കുന്ന സോഴ്സ് എല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു സോഴ്സാണ്. ട്രാൻസ്ഫർ വിൻഡോ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അതിനുള്ളിൽ മെയിനും ടീം വിടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഹോയ്ലൻഡ് ഓൾറെഡി തന്നെ പോവാൻ നാപ്പോളിയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ടൈംസ് എന്തോ അഗ്രി ആയി കഴിഞ്ഞാൽ ഉടനെ പോവുക. ലോൺ വിത്ത് ഒബ്ലിഗേഷൻ ടു ബൈ ആയിരിക്കും. ഗർനാച്ചോ ആണെങ്കിലും ഓൾറെഡി പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഫെമിൻ ലോപ്പസ് ചെൽസിയിലേക്ക് കുറെ ലിങ്കുകൾ വരുന്നുണ്ട്. ഡേവിഡ് ഓൺസനാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ ആളൊരു കീ പ്ലെയർ ആണ് ഹാൻസി ഫ്ലിക്കിന്റെ. പക്ഷേ ബാഴ്സലോണിന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നമുക്കറിയാം, അത്ര അടിപൊളിയല്ല. അതുകൊണ്ട് തന്നെ ബാഴ്സക്ക് വിൽക്കാൻ താല്പര്യമുണ്ട്. ഒരു 70 മില്യൺ ഒക്കെ ആയിരിക്കും പറയണം ഫുള്ളായിട്ടുള്ള ഒരു പാക്കേജ്. പക്ഷേ അത്രയും ചെൽസി കൊടുക്കുമെന്ന് അറിയില്ല. നിലവിലെ അവർ സാവി സിമൻസിന് വേണ്ടി നോക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ വന്നൊരു ലിങ്കാണ്. എന്തായാലും ഡേവിഡ് ഓൺസൺ റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്കറിയാം ആളൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ്. നല്ലൊരു എന്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്ലെയർ തന്നെയാണ്. ആളൊരു ഡീസന്റ് ആണ്. നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത്യാവശ്യം സമയങ്ങളിൽ വേണ്ട സമയങ്ങളിൽ ഗോൾ അടിക്കാറുണ്ട്. പക്ഷെ ഹാൻസി ഫ്ലിക്ക് ഒട്ടും വിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ആളെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അൺടച്ചബിൾ ആണെന്ന്. പക്ഷെ നിലവിൽ ഇപ്പോൾ ചെൽസിക്ക് എന്തായാലും സാവി സിമൻസിന്റെ ഡീൽ അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ല. ഈ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കണതാണ്. അതുകൊണ്ടായിരിക്കും അവർ ഒരു അടുത്തൊരു ടാർഗറ്റിലേക്ക് പോയത്. എന്തായാലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബെറ്റർ ഓപ്ഷൻ അല്ല, എന്നാലും അടുത്തൊരു അപ്കമിങ് ടാലന്റ് തന്നെയാണ്. ആളെങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പിന്നെ പ്രീമിയർ ലീഗിൽ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നോക്കിയേച്ചാൽ മതി. പക്ഷെ നിലവിൽ ബാഴ്സലോണയിൽ നിന്ന് ആൾ പോകുമെന്ന് തോന്നുന്നില്ല. ആളുടെ ഒരു ഫസ്റ്റ് ചോയ്സ് ആണ് ബാഴ്സലോണ. നിലവിൽ വേറെ ക്ലബ്ബൊന്നും രംഗത്തില്ല താരത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. അപ്പൊ നിലവിൽ ചെൽസി ആളെ കൊണ്ടുവരും എന്നാണ് നിലവിലെല്ലാരും പറയണത്. പക്ഷെ ചാൻസ് വളരെ കുറവാണ് താരം ടീം വിടാനായിട്ട്. നിലവിൽ ഇപ്പോൾ താരം എന്തായാലും പേഴ്സണൽ ടൈംസ് ഒന്നും എഗ്രീഡ് ആയിട്ടില്ല. ക്ലബ്ബുമായിട്ടൊരു ചർച്ചയല്ല, ഒരു ജസ്റ്റ് ഒരു ഇനീഷ്യൽ കോണ്ടാക്ട് പോലെ നടത്തിയെന്നാണ് പല സോഴ്സിൽ നിന്നും വന്നത്. അപ്പൊ ഫെമിൻ ലോപ്പസിന് ടീം വിടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ആളെന്തായാലും അധികം സാലറി ഒന്നും വാങ്ങിക്കുന്നില്ല. ഒരു 120ക്ക് മടിയിലാണെന്ന് തോന്നുന്നു ആളുടെ സാലറി നിലവിലുള്ളത്. 22 വയസ്സുള്ളൂ. ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ്. നിലവിൽ ചെൽസിയിൽ വന്നാൽ എന്തായാലും ഹിറ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആൾക്കൊരു റെഗുലർ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ആൾ എന്തായാലും പെർഫോം ചെയ്യും. നിലവിൽ ഈ ബാഴ്സലോണയിൽ ആൾക്ക് ചാൻസ് ഉണ്ട് ഹാൻസി ഫ്ലിക്കിന്റെ അണ്ടറിൽ. പക്ഷേ ഒരു റെഗുലർ ആയിട്ടുള്ള സ്റ്റാർട്ടർ അല്ല. അപ്പൊ ചെൽസി ഇനി നോക്കോ അതോ അവര് സാവി സിമൻസിനെ തന്നെ കൊണ്ടുവരുമെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.